ഒരു സ്ത്രീയെ ഇസ്ലാം പരിഗണിക്കുന്നത് പോലെ ലോകത്ത് മറ്റൊരാശയവും പരിഗണിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, വർക്ക് ഫ്രം ഹോം എന്നൊരു കോൺസെപ്റ്റാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത്. അവർക്ക് 5 വക്ത നിസ്കാരങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ടതില്ല, ജുമാക്ക് പള്ളിയിൽ പോകേണ്ടതില്ല, മറ്റ് നാട്ടിൽ വല്ല യുദ്ധങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനും പോകേണ്ടതില്ല. ഇതിനൊക്കെയുള്ള പ്രതിഫലം വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് സമ്പാദിക്കാൻ കഴിയും. ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരും കഷ്ടപ്പെടുന്നതും ഈ വർക്ക് ഫ്രം ഹോം എന്ന സിസ്റ്റത്തിന് തന്നെയാണ്. 2, ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ആരാധനകളും ചെയ്യേണ്ട ആവശ്യമില്ല. നിസ്കരിക്കേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല, ഖുർആൻ പാരായണം ചെയ്യേണ്ടതില്ല. പരിപൂർണമായും വിശ്രമമാണ് ഇസ്ലാം അവർക്ക് നൽകുന്നത്. മറ്റൊന്ന്, ഇനിയൊരു സ്ത്രീ വിവാഹിതയാണെങ്കിൽ അവൾക്കുള്ള ഭക്ഷണം, താമസ സൗകര്യം, വസ്ത്രം എല്ലാം നൽകൽ ഭർത്താവിൻ്റെ മേലിൽ നിർബന്ധ ബാധ്യതയാണ്. പക്ഷേ ഭർത്താവിനുള്ള ഭക്ഷണം, ഭർത്താവിൻ്റെ ഡ്രസ്സ് അലക്കി കൊടുക്കലൊന്നും ഒരു ഭാര്യയുടെ മേലും നിർബന്ധ ബാധ്യതയല്ല. മാത്രമല്ല, കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് അതിന് പണം വേണമെന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്തു കൊടുക്കൽ ഭർത്താവിൻ്റെ മേലിൽ ബാധ്യതയാണ്. പക്ഷേ ഭർത്താവ് കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ച് ഭർത്താവിന് വേണ്ടിയുള്ള ഖിദ്മത്തുകൾ, സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരത് ചെയ്തില്ല എന്ന് കരുതി അല്ലാഹു തആലയുടെ മുന്നിൽ ഒരു നിലക്കും അവർ ഉത്തരവാദികളാകില്ല എന്ന് ചുരുക്കം. ഏതൊരു മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ഒന്നാണ് ഫിത്ർ സക്കാത്ത്. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഒന്നുകിൽ ഉപ്പയോ അല്ലെങ്കിൽ ഭർത്താവോ ആണ്. ഇനി അവൾ സമ്പന്നയാണെങ്കിൽ പോലും അവളുടെ സ്വത്തിൽ നിന്ന് അതെടുത്തു നൽകൽ നിർബന്ധമില്ല. ഇനി പലരും ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു കാര്യമാണ് ആണുങ്ങൾക്ക് കൊടുക്കുന്നത് പോലത്തെ സ്വത്ത് പെണ്ണിന് കൊടുക്കുന്നില്ല എന്നുള്ളത്. ഒരു മുസ്ലിമായ സ്ത്രീക്ക് ഒരു നിലക്കുമുള്ള ഒരു ചെലവും വരുന്നില്ല. എന്നിട്ട് പോലും ഇസ്ലാം എല്ലാ ചെലവുകളും എല്ലാ ബാധ്യതകളും വരുന്ന ആണിൻ്റെ പകുതി സ്വത്ത് പെണ്ണിന് നൽകുന്നുണ്ട്. എല്ലാവർക്കും ഈക്വലായി കൊടുക്കുന്നതിന് പകരം ആവശ്യക്കാർക്ക് ആവശ്യമനുസരിച്ച് കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു നീതി. ആ രീതിയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്.